സാർ സാറ് പറഞ്ഞ കഥയെല്ലാം കൂടെ വെച്ചിട്ട് ഒരുവിധം ഞാൻ സ്ക്രിപ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ പടത്തിന്റെ ടൈറ്റിൽ ഇട്ടിരിക്കണേന്ന് പറഞ്ഞാൽ പാവം പാവം കൽമാടിയ. പാവം പാവം കൽമാടിയ. തിരക്കേടില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വികാരങ്ങളിൽ ഏറ്റവും പാടുള്ളതാണല്ലോ ശൃംഗാരം. അതുകൊണ്ട് ഇതിനകത്ത് പ്രേമസീൻ കൂടുതലുണ്ടായിട്ട് ആ പ്രേമസീന്റെ ചെറിയൊരു റിഹേഴ്സൽ. അപ്പൊ ഞാനിവിടെ നായികയുടെ പേരിട്ടിരിക്കുന്നത് അർച്ചന എന്നാണ്. അർച്ചന അല്ല, അർച്ചന എന്നുള്ള പേര് കൽമാടിയാർക്ക് ഇഷ്ടമല്ലെങ്കിൽ കൽമാടിയാറെ പഴയ ലൈനിന്റെ പേരിട്ടാലും മതി. സംസ്കാരത്തോടെ സംസാരിക്കുന്നത്. അതെ. അപ്പൊ നമ്മളിപ്പോ റിഹേഴ്സൽ നോക്കാൻ പോണത് ഈ കൽമാടിയർ സാറും നായികയും കൂടെ അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അമ്പലത്തിന്റെ മുന്നിൽ വെച്ച്? അതെ സാർ. വണ്ടി എടുക്ക, അമ്പലത്തിൽ പോവാ. പോണ്ട, അമ്പലത്തിന് മുമ്പ് വെച്ച് കണ്ടുമുട്ടുന്നേ ഉള്ളൂ. അതിവിടെ നമ്മൾ റിഹേഴ്സൽ എടുക്കുക. ഇപ്പം യഥാർത്ഥമായിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അമ്പലത്തിന്റെ നടയിൽ വെച്ച് ഷൂട്ട് ചെയ്യാം. ശരി ശരി. ഞാൻ എന്താ പറയണ്ടത്? പറഞ്ഞത് നായിക ഇവിടെ വരും. നായിക ഇവിടെ നിൽക്കും. നായിക ഈ വാടൊക്കെ മാറ്റി ഒന്ന് പിടിക്കണേ. നായികയാക്കാൻ പറ്റിയ ആള് വേണ്ട പ്ലീസ്. ചിലപ്പോ വികാരം വരുന്നില്ല. വരൂ ചേട്ടൻ വരൂ. ഇത് മാറ്റൂ. നായിക വാളിന്റെ ഇങ്ങോട്ട് നിൽക്കും. നായിക ഇവിടെ നിൽക്കുകയാണ്. ഇപ്പൊ സാറൊന്ന് എണീറ്റ കുഴപ്പം വേണമെങ്കിൽ ഇരുന്ന് നമുക്ക് പറയേണ്ട ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. അതായത് നായികയുടെ കൈ പിടിച്ചിട്ട് മരുഭൂമിയായി കിടന്ന എന്റെ മനസ്സിൽ ഒരു മഴയായി പെയ്തിറങ്ങിയവളാണ് നീ. നടക്കാനാവുന്നില്ല. ഓക്കെ. പിന്നെ കൈന്നിട്ടൊക്കെ അഭിനയിക്കാൻ കിട്ടും. ഓക്കെ. സാറേ ആക്ഷൻ എന്ന് പറഞ്ഞ ഉടൻ തന്നെ റിയാക്ഷൻ സാറിന്റെ നിന്നുണ്ടാവണം. ഓക്കെ ഓക്കെ സാർ. ഓക്കെ ഓക്കെ. ഡയലോഗ് നമ്മൾ പറയണോ? വേണ്ടല്ലേ സാർ? വേണ്ട വേണ്ട. ഓക്കെ. ആക്ഷൻ. റിയാക്ഷൻ പറഞ്ഞില്ലേ? ആക്ഷൻ പറയില്ല സാർ. റിയാക്ഷൻ പറയാനല്ല, അത് മുഖത്ത് വരണം. അവിടെ നിന്നിട്ട് പ്രണയം. ഓക്കെ ശരി. പറയൂ. ആക്ഷൻ. മരുഭൂമിയായി കിടന്ന എന്റെ മനസ്സിൽ നീ വന്നപ്പോൾ മഴ പെയ്തു. ഓക്കെ. അടുത്ത സീൻ. കൈയടിച്ചപ്പോ ഓക്കെ ആയി. ഗുണ്ടകളല്ലല്ലോ പടം കാണാൻ വന്നിരിക്കുന്നത്. അല്ല, ഇത് ഈ സീൻ മതി. അടുത്ത സീൻ എന്താണെന്ന് പറയും. എല്ലാരും കൈയടിച്ചു. കൈയടിച്ചാൽ ഓക്കെ എന്നല്ലേ അർത്ഥം? ജനങ്ങൾ കൈയടിച്ചാൽ ഓക്കെ എന്നാണ് അർത്ഥം. അടുത്ത സീൻ പറയും. ഇപ്പൊ കൈ പിടിച്ചിട്ട് അവൾ കുതിറി മാറാൻ ശ്രമിക്കുന്ന അവളുടെ കയ്യിൽ പിടിച്ചിട്ട് ഒരു പഴയ ഗാനം ആലപിക്കുന്നു. ഒരു പഴയ ഗാനം, റൊമാൻസ്. ഏത് ഗാനമാണ്? ഒരു സിനിമാ ഗാനമാണ്. സിനിമാ ഗാനം. കൽമാടിയവർക്ക് ഇഷ്ടമുള്ള ഗാനം ആലപിക്കും. ആറാം തമ്പുരാനിലെ ഹരിമുരളീരവ് ഇഷ്ടമാണ്. അത് മതിയോ? ഓക്കെ. അപ്പോ ഇതുകൊണ്ട് നാണത്തിൽ ഓടാൻ ശ്രമിക്കുന്ന നായികയുടെ കയ്യിൽ പിടിച്ചിട്ട് ആ ഗാനത്തിലൂടെ തുടങ്ങും. ഓക്കെ ഓക്കെ ശരി. അവന്റെ സാധനം പറഞ്ഞു. ആക്ഷൻ. ആക്ഷൻ. ഹരിമുരളീരവം, ഹരിത വൃന്ദാവനം, പ്രണയസുധാമയ മോഹന ഗാനം, മധുമൊഴി രാധേ നിന്നെ തേടി അലയുകയാണ് മാധവ ജന്മം. അതും ഓക്കെ. അടുത്തത് ഒന്ന് കാണിച്ചു തരൂ, അതേപോലെ ഞാൻ ചെയ്യാം. ഹരിമുരളീരവം, രണ്ട് കൈ, ഹരിത വൃന്ദാവനം, പ്രണയസുധാമയ മോഹനഗാനം, മധുമൊഴി രാധേ. അപ്പൊ ഞാൻ കാണിക്കാം. മധുമൊഴി രാധേ നിന്നെ തേടി. എങ്ങനെയാണ്? മധുമൊഴി രാധേ നിന്നെ തേടി. മധുമൊഴി രാധേ നിന്നെ തേടി അലയുകയാണി മാധവ ജന്മ. കൈയ്യടി നിർത്താൻ പറഞ്ഞു. എല്ലാരും കൈയടിച്ച് കേട്ടില്ലേ? കൈയടിച്ചോണ്ട് മാത്രം കാര്യമുണ്ടോ? കൈയടിക്കുമ്പോ അതിന്റെ അർത്ഥം കൊള്ളാവുന്നതാണ്. പ്രണയം വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുറയ്ക്കാം. എന്നിട്ട് അടുത്ത സീൻ കൊടുത്തു. അത് ചെയ്യും. അപ്പൊ ചെറിയൊരു ഡിസ്കഷൻ ആയിരുന്നു. അപ്പൊ പ്രണയമുണ്ട്. അതിലുപരി ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെന്റിമെന്റ്സ്. അവസാനത്തെ ഒരു സീനുണ്ട്, ക്ലൈമാക്സ് കരഞ്ഞു പോണ. അതായത് സംഭവം സിറ്റുവേഷൻ ഇതാണ്. സാറിന്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റി
ഒരാളെ വെട്ടിക്കൊല്ലുവാണ്, അവൻ കുറ്റവാളിയാണെന്നുള്ള രീതിയിൽ. അവസാനം അവൻ കുറ്റവാളിയല്ല, നിരപരാധിയാണ്. അവൻ മരിച്ചത് കൊണ്ട് ഒരു കുടുംബത്തിന്റെ ജീവിതം മൊത്തം ഇല്ലാതായെന്ന് അറിയുമ്പോൾ പശ്ചാത്താപം തോന്നി ഈ അരിവാള്, അന്ന് വരെ കൊണ്ടു നടന്ന ഈ അരിവാള് എടുത്ത് വലിച്ചെറിയുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയാം, ഞാനൊരു നിരപരാധിയെ കൊന്നു, ദൈവമേ എനിക്ക് എന്തിനിങ്ങനെ തന്നു, എന്നെ ശിക്ഷിക്കണം, ഒരു കുടുംബത്തിന്റെ കണ്ണീര് എന്ന് പറയുന്ന ഒരു ഡയലോഗുകളാണ്. ഇത് കൽമാടിയാരുടെ കഥയാണ് ലാസ്റ്റ് ഇത് വരുന്നത്. തിരിച്ചു വരും, എന്നെ ഒരു മനുഷ്യനാക്കൂന്നും പറഞ്ഞ് അരിവാള് വലിച്ചെറിഞ്ഞത് ദൈവത്തോട് കരഞ്ഞു വിളിക്കുന്ന സീൻ. ഇത് കണ്ടിട്ട് വേണം ആരാ ഭാര്യയും കുഞ്ഞും വീട്ടിൽ വന്നിരിക്കുക. ഇയാളെ കൊന്നു കൊന്നു, ഞാൻ കരഞ്ഞുകൊണ്ട് പറയണം, കരഞ്ഞു കൊന്നു. ആക്ഷൻ. കൽമാടി അരങ്ങുന്നേ, അങ്ങേ വെട്ടിപ്പിടിച്ചിട്ടിരിക്കുന്ന ഒരു നിരപരാധിയാണ്, മരിക്കേണ്ടവൻ ഇവനല്ല. അങ്ങേക്ക് തെറ്റുപറ്റി കൽമാടിയാരെ, തെറ്റുപറ്റി. ഈശ്വര, ഞാനൊരു നിരപരാധിയെ കൊന്നു, ഞാൻ നിരപരാധിയെ കൊന്നു. ഈ മൃദുപ്രായൻ, ഈ മൃതനാഥന്റെ മൃദുപ്രായൻ ജീവന് പകരം ദൈവമേ എന്നെ എടുക്കണ. എന്റെ പൊന്നു പണ്ടാടിയാരെ, ഇതിന് ഭേദം ഞങ്ങളെ മൂന്നുപേരെയൊക്കെ എടുക്കുന്നതാണ് നല്ലത്. വെട്ടിപ്പിരിക്കുക. ഇവിടെ വന്നപ്പോ കണ്ട് ഒരാളുടെ കയ്യിൽ ഈ 2 വടിവാള് വെച്ച്, ആ വടിവാള് വെച്ച് ഞങ്ങളെ ജീവനൊക്കെ എടുക്കാവോ? എനിക്ക് ചില്ലറ മോഹം കൂടി ബാക്കിയുണ്ട്. പോടാ.